ഹലോ, നമ്മളിന്ന് നമ്മുടെ നമ്പേഴ്സ് അതായത് സംഖ്യകൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 256ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇതിന് എത്ര ഫാക്ടേഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ 256നെ ഇതുപോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് അതായത് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയൂലേ? ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 30 ഇങ്ങനെ പോകൂലേ? അപ്പോൾ ഈ നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ആദ്യം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ 3നെയും 5നെയും ഒക്കെ പരിഗണിച്ചാൽ മതി. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 128 എന്നാണ് കിട്ടുക. അപ്പോൾ അതിന് ഇവിടെ എഴുതാം. ഇനി ഈ 128നെ ഇതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 68 എന്ന് കിട്ടും. ഇനി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 34. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 കിട്ടും. അതിനെയും 2നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8, പിന്നെയും 2, അപ്പോൾ 4, പിന്നെയും 2, അപ്പോൾ 2 കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഇങ്ങനെ 1 എന്ന് ലാസ്റ്റ് വരുന്ന ഒരു സമയം വരുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 1 വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഈ നമ്മൾ ചെയ്യുന്നത് ഈ ലാസ്റ്റ് മുതൽ ഫസ്റ്റ് വരെ ഇങ്ങനെ എഴുതുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഫാക്ടേഴ്സ് എഴുതുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ഫാക്ടേഴ്സ് കറക്റ്റ് എഴുതുന്നത്. ഫസ്റ്റ് 1 ഇൻറ്റു 2 എഴുതി. 1 ഇൻറ്റു 2 എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 ഇൻറ്റു 2 ഫസ്റ്റ് ഒരു ഫാക്ടർ 1 ആണ്. ഓക്കെ, 1 ഒരു ഫാക്ടറാണ്. ദെൻ 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 2 അല്ലേ? ആ 2നെ നമ്മളിവിടെ എഴുതി. ഇനി ഇൻറ്റു അടുത്ത 2 എഴുതുക. ഈ 2 എഴുതുക. ഇപ്പോഴോ ഈ 2നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആയി അല്ലേ? ഇനി അടുത്ത 2 എഴുതുക. ഇൻറ്റു 2. ഇപ്പോഴോ ഈ 4നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയായി? 8 ആയി. അതായത് നമ്മൾ ഇവിടെയുള്ള ഈ നമ്പേഴ്സ് 2, 1, 2, 4, 8, 60 ഇതിങ്ങനെ എഴുതുന്നുണ്ട്. ഇവിടെ ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ അങ്ങ് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതാം കേട്ടോ. 8, 16, 34, 68, 128, 256. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 256 ഫാക്ടേഴ്സ്. ഇതെങ്ങനെയൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റു 2, അടുത്ത നമ്പർ വരുമ്പോൾ ഇൻറ്റു 2 അങ്ങനെ എഴുതിയിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ 625 ഫാക്ടേഴ്സ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 625 നമുക്ക് ഏത് പ്രൈം നമ്പറിനോട് ഹരിക്കാൻ പറ്റുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 3 കൊണ്ടോ? 3 കൊണ്ട് ട്രൈ ചെയ്യൂ. 3 കൊണ്ടും പറ്റൂല. പിന്നെ നമുക്ക് പറ്റുന്നത് 5നോടാണ്. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് 125 എന്ന് കിട്ടും. ഇനി അതിനെയും 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് 25 എന്നാണ് കിട്ടുക. ഇനി അതിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഇനി ഇതിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമ്മൾ 1 എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഫാക്ടേഴ്സ് എഴുതുകയാണ്. ഇവിടെ എല്ലാം 5, 5, 5, 5 എന്നല്ല വന്നത്. 1 അല്ലാത്ത എല്ലാ നമ്പേഴ്സും 5നോടല്ലേ? അപ്പോൾ നമുക്കിത് നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 5 ഉണ്ട്, 25, 125, 625 ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് 243 അല്ലേ? ഇതിനെ നമ്മൾ ഓരോന്നോന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 81 കിട്ടും. 81നെ നമുക്ക് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. പിന്നെ അപ്പോൾ നമുക്ക് 27 കിട്ടും. 27നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെയും 3 കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 1 കിട്ടിയാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എല്ലാം 1 അല്ലാത്ത എല്ലാ നമ്പേഴ്സും ഇവിടെ വരുന്നത് 3 അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാം 3 വന്നത് കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ നമ്പേഴ്സിനെയും അങ്ങനെ എഴുതി വെക്കാം. 1, 3, 9,
27, 81, 243. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 343, 343. ഇതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 7 കൊണ്ടാണ്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടും. 49 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. പിന്നെ 7 ഡിവൈഡ് ചെയ്യുന്നു. ഇത് 1 ആണ് കേട്ടോ, 1. ഇനി ഇതിലെ ഫാക്ടേഴ്സ് 1, 7, 49, 3, 4, 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 121. ഇതിൽ നമുക്ക് ആകെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 കൊണ്ടും അല്ല 2 കൊണ്ടോ 3 കൊണ്ടോ 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഒന്നും പറ്റൂല. 11 കൊണ്ടാണ് പറ്റുന്നത്. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1 കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1, 11, 121. ഓക്കെ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ 1ൻ്റെയും 100ൻ്റെയും ഇടയിൽ ആകെ ഫാക്ടേഴ്സ് 3 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഇവിടെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ ഫാക്ടേഴ്സ് ഇവിടെ 121-ന് 3 ഫാക്ടേഴ്സ് അല്ലേ വന്നേ. അതേപോലെ ഇവിടുത്തെ ഈ നമ്പർ നോക്ക്, ഇവിടെ നമ്പറിന് 1, 2, 3, 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയല്ല, നമുക്ക് ആകെ 3 ഫാക്ടേഴ്സ് മാത്രം വരുന്ന 121-ൻ്റെ 1ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരരുത്. അങ്ങനത്തെ നമ്പർ. ഫോർ എക്സാമ്പിൾ 1 എടുക്കാൻ പറ്റൂല. ഓക്കെ, 1 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ആണെങ്കിൽ 10 എടുക്കാം. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിലുണ്ടല്ലോ നമ്മൾ 1ന് 1ഉം വേറെ നമ്പർ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 നമ്മൾ എടുക്കരുത്. കാരണം നമുക്ക് 3 ഫാക്ടേഴ്സ് വേണം. 2ൻ്റെ ഫാക്ടേഴ്സ് 1, 2 അല്ലേ. 3ൻ്റെ ഫാക്ടേഴ്സോ 1, 3. 4ൻ്റെതോ 1, 4, 2. അപ്പോൾ 4 പറ്റൂല. കാരണം ഇതിന് 3 ഫാക്ടേഴ്സായി. ഒന്നും ആ നമ്പർ മാത്രമേ ഫാക്ടേഴ്സായി വരാൻ പാടുള്ളൂ. 5ന് 1ഉം 5ഉം മാത്രം. 6 ഓക്കെ അല്ല. 6ന് 2ഉം 3 ഒക്കെ ഉണ്ട്. 7, 1, 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുക്കും. 8 ഓക്കെ അല്ല. 9 1ഉം 9ഉം 3ഉം ഉണ്ട്. അപ്പോൾ അതും ഓക്കെ അല്ല. 10ന് 5ഉം 2 ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഓക്കെ അല്ല. അപ്പോൾ ആകെ ഓക്കെ ഉള്ളത് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ അല്ലേ. ഇനി ഈ നമ്പേഴ്സിനെ നമ്മൾ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1ഉം 3 ഫാക്ടേഴ്സ് കിട്ടുക. അപ്പോൾ ഈ 2 എന്ന നമ്പറിൻ്റെ പ്രശ്നമുണ്ട്. 2 എന്ന നമ്പറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എഴുതാണ് കേട്ടോ. 2, 3, 5, 7 അല്ലേ. അതിവിടെ എഴുതുന്നുണ്ട്. 2, 3, 5, 7. നമ്മൾ 2 × 2 which is equal to 4. അതേപോലെ 3 × 3 which is equal to 9. 5 × 5 which is equal to 25. 7 × 7 which is equal to 49 അല്ലേ. ഈ നോക്കി, ഇതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4ന് ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ 2 ഉണ്ട്. ഇപ്പോൾ നമുക്ക് 2 കിട്ടും. ഇവിടെ 2, 1 അല്ലേ. ഇവിടെ 1, 2, 4 കണ്ടോ. ആകെ എത്ര ഫാക്ടേഴ്സാണുള്ളത്? 1, 2, 4. 3 ഫാക്ടേഴ്സ് അല്ലേ ഉള്ളത്. ഇനി 9 എടുക്കുകയാണെങ്കിൽ 3, 3, 3, 1 അല്ലേ. അപ്പോൾ നമ്മൾ നോക്ക്, 3, 1, 9 ഈ 3 ഫാക്ടേഴ്സാണുള്ളത്. ഇനി 25ന് എടുക്കുകയാണെങ്കിൽ 5, 5, 5, 1. അപ്പോൾ നമുക്ക് 1, 5, 25. അടുത്തതോ 49 എടുക്കുമ്പോൾ
7 7 7 1 ഇങ്ങനെ വരിക. അപ്പം നമുക്ക് 7149 ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഏതാണ് നമ്പർ ചോദിച്ചാൽ 4, 9, 25, 49 ഇതാണ് നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചെക്ക് കേട്ടോ. താങ്ക് യു.